നമ്മുടെ നാട്ടിലും അഹങ്കാരികൾക്ക് തന്നെയാണല്ലോ ഒന്നാം സ്ഥാനം. ചില പള്ളി പരിപാലിക്കുന്ന പരിപാലകർ പറയൂലേ ഉസ്താദിനോട്, ഖജാൻജി വന്നിട്ട് പറയും, ഉസ്താദേ ഇവിടെ ജോലി സ്ഥിരമാവണമെങ്കിൽ ഒരു നിബന്ധന കൂടിയുണ്ട്, പ്രസിഡന്റ് ഇപ്പൊ വരുമ്പോ ഒന്ന് എഴുന്നേൽക്കണം. ഉസ്താദ് പറയും അതീ കുറച്ചുള്ള ജോലി മതി. എന്തൊക്കെ നിബന്ധന എന്നറിയോ? ചില ആൾക്കാരൊക്കെ മഹലിൽ വരുമ്പോ ഉസ്താദ് എഴുന്നേറ്റ് അസ്സലാമു അലൈക്കും ഇരിക്കും ഉസ്താദേ ഇന്ന് പറഞ്ഞ് ഇരിക്കണം, ഇരിക്കു സാറേ എന്ന് പറഞ്ഞ് ഇരുത്തണം, ഇല്ലെങ്കിൽ ജോലി ചെയ്യാൻ പറ്റൂല. അഹങ്കാരത്തിന്റെ രൂപങ്ങൾ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പോലും കടന്നു വന്നപ്പോൾ എഴുന്നേറ്റ സഹാബത്തിനോട് മുത്തുനബി പറഞ്ഞു, വേണ്ട എന്നെ കാണുമ്പോ നിങ്ങൾ എഴുന്നേൽക്കല്ലേ. സഹാബത്ത് എഴുന്നേൽക്കാതിരിക്കുമോ എന്റെ പ്രിയപ്പെട്ടവര്? അത് മുത്തുനബിയോടുള്ള ആദരവല്ലേ? പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് അഹങ്കാരം വരാൻ പാടില്ല. ഉസ്താദിനെ കാണുമ്പോ എഴുന്നേറ്റു, പള്ളിയിലെ ഖത്തീബിനെ കാണുമ്പോ എഴുന്നേറ്റു, അവരോടുള്ള ബഹുമാനമല്ല, അവരുടെ ഇൽമിനോടുള്ള ആദരവാണ്. അവർ പഠിച്ച ഖുർആനിനോടുള്ള, അവർ പഠിച്ച ഹദീസിനോടുള്ള ബഹുമാനമാണ്. വിനയം നമ്മുടെ മനസ്സിന്റെ മുഖമുദ്രയാകണം. അഹങ്കാരികൾക്ക് എവിടെയും ഒന്നാം സ്ഥാനം വേണം, അഹംവാദികൾക്ക് എവിടെയും ഒന്നാം സ്ഥാനം വേണം. ആ സ്ഥാനം ആഖിറത്തിലാണ് അഹങ്കാരികൾക്ക് അല്ലാഹു തരാൻ പോകുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ഷഹീദാകാൻ ഒരുപാട് ആഗ്രഹിച്ച വ്യക്തിയാണ്. ഖാലിദ് റളിയല്ലാഹു അൻഹു നിർണായകരമായ ഒരു യുദ്ധം, ആ യുദ്ധത്തിൽ എല്ലാവരും ഖാലിദ് റളിയല്ലാഹു തആല അൻഹു അമീറായി പോയതുകൊണ്ട് എല്ലാവരും ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് വിളിച്ചു പറയുകയാണ്, ഇന്ന് നമ്മുടെ യുദ്ധം ജയിക്കുമല്ലോ, ഇന്ന് നമ്മൾ വിജയിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും സന്തോഷിക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല നോക്കുമ്പോൾ വന്ന ജനങ്ങളെല്ലാം ഖാലിദിന്റെ പേര് പറഞ്ഞുകൊണ്ട് സന്തോഷിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു കത്ത് കൊടുത്തയച്ചു. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന് തന്റെ തലസ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് വേറൊരാളെ അമീറായിട്ട് നിശ്ചയിച്ചു എന്ന് കത്ത് കൊടുത്തയച്ചപ്പോൾ ഖാലിദ് റളിയല്ലാഹു അൻഹു യുദ്ധം കഴിഞ്ഞ് കരഞ്ഞുകൊണ്ട് വന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, ഉമറേ ജയിക്കൽ ആവശ്യമായ നിർണായകരമായ യുദ്ധത്തിൽ എന്തുകൊണ്ടാണ് അമീറിന്റെ സ്ഥാനത്ത് നിന്ന് എന്നെ മാറ്റിയതെന്ന് ചോദിക്കുമ്പോൾ ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ കൊണ്ടുവന്ന കണക്കുകളൊന്നും ശരിയല്ല, കണക്കിൽ കൃത്രിമത്വമുള്ള, കണക്കിൽ കൃത്യതയില്ലാത്ത ഒരു യുദ്ധത്തിന്റെ അമീറാകാൻ പറ്റൂല, അതുകൊണ്ടാണ് മാറ്റിയെന്ന് പറഞ്ഞപ്പോ ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കണക്കിന്റെ വിഷയത്തിൽ എനിക്ക് അല്പം കുറവുള്ളത്, എനിക്കൊരൽപ്പം തെറ്റുപറ്റുന്നത് നേരത്തെ അവിടത്തേക്ക് അറിയാമല്ലോ, പിന്നെ എന്തേ എന്നെ അമീറായിട്ട് നിശ്ചയിച്ചതെന്ന് ചോദിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തലകുനിച്ചു വെച്ചിരിക്കുകയാണ്. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന് അറിയാം, അതുകൊണ്ടല്ല എന്നെ അമീറിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്, വേറെന്തോ തക്കതായ കാരണമുണ്ടാകും. ആ കാരണം എന്തെന്നറിയാനുള്ള ആർത്തി കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ മുഖമിങ്ങനെ നിവർത്തി വെച്ച് നോക്കുമ്പോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. ഖാലിദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, എന്തേ ഉമറേ അവിടുന്ന് കരയാനുണ്ടായ കാരണമെന്താ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഖാലിദേ നിനക്ക് നരകത്തെ പേടിയില്ലേ? ഖാലിദേ നരകത്തെ നീ പേടിക്കുന്നില്ലേ? ഖാലിദേ ഖാലിദ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, എന്നെ അമീറിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് നരകവുമായിട്ട് എന്ത് ബന്ധമാണ് ചോദിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്ർ. അണു അളവ് അഹങ്കാരം ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവര് സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞില്ലേ? അവർക്ക് നരകമല്ലേ, നരകത്തിന്റെ ഒന്നാമത്തെ കവാടമല്ലേ? അതുകൊണ്ട് ഖാലിദേ ഇത്രയും ജനങ്ങൾ നിന്റെ പേര് പറഞ്ഞുകൊണ്ട് നിന്നെ പുകഴ്ത്തുമ്പോ, നിന്റെ പേര് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുമ്പോ ഖാലിദേ നിന്റെ മനസ്സിലേക്ക് നീ ഇച്ചിരി കഴിവുള്ളവനാണെന്ന ചിന്ത വരുന്നത് അഹങ്കാരമല്ലേ? അങ്ങനെ അഹങ്കാരം വന്നാ നിനക്കല്ലാഹു ആഗ്രഹിക്കുന്ന സ്വർഗം തരൂലല്ലോ, നിനക്കല്ല നരകം തരുമല്ലോ. അത് പേടിച്ചുകൊണ്ടാണ് യുദ്ധം തോക്കുന്നെങ്കിൽ പോട്ടെ, പക്ഷേ നിനക്ക് നരകം കിട്ടാൻ പാടില്ല.
മാറ്റിയെന്ന് പറയുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വാരി പുണർന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോരെങ്കിൽ എന്റെ തഴവാ കുറ്റിപ്പുറത്ത് വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങളുടെ അഹങ്കാരം പിടിപെട്ടിട്ടില്ലേ? പല രീതിയിലാണ് അഹങ്കാരം വരിക. ഏറ്റവും അധികം അഹങ്കാരം വരുന്നത് പണത്തിന്റെ പേരിലാണ്. പണത്തിന്റെ പേരിൽ അഹങ്കരിക്കല്ലേ. പണത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ അഹങ്കരിച്ച ഒരാളുണ്ടായിരുന്നു. അതാരായിരുന്നെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുന്നു. സൂറത്തുൽ ഖസസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്ന ഖാറൂൻ കാന മിൻ ഖൗമി മൂസാ ഫബഗാ അലൈഹിം വആതൈനാഹു മിനൽ കുനൂസ് മാ ഇന്ന മഫാത്തിഹു ലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവാ. ഖാറൂൻ എന്ന് പറയുന്ന ഒരു അഹങ്കാരത്തിന്റെ രൂപം കൊണ്ട് നൃത്തം ചവിട്ടിയ മനുഷ്യരുണ്ടായിരുന്നു. മൂസാ നബിയുടെ ജനതയിൽപ്പെട്ട ആളായിരുന്നു. എന്തേ? അല്ലാഹു ഒരുപാട് പണം കൊടുത്ത് അഹങ്കരിച്ചു. വൈകുന്നേരങ്ങളിൽ തന്റെ ശരീരത്തിന്റെ തങ്കാഭരണങ്ങളെ പുറത്ത് കാണിച്ചുകൊണ്ട് നടന്നു പോകുമ്പോ പാവപ്പെട്ട ജനങ്ങളാ ഖാറൂനിനെ നോക്കിയിട്ട് പറയും, യാ ലൈതനീ മിസ്ലമാ ഊതിയ ഖാറൂനിന് കൊടുത്തതുപോലെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. തഴവാ കുറ്റിപ്പുറത്തിന്റെ പരിസരത്തുള്ള പാവപ്പെട്ടവര് ചിന്തിക്കാറില്ലേ? വില കൂടിയ വാഹനത്തിൽ അയൽവാസിയാറെ സഹോദരി ചാരിയിരുന്ന് പോകുമ്പോ അയൽവക്കക്കാര് 4 നില മണിമാളിക പണിയുമ്പോ ലക്ഷക്കണക്കിന് രൂപയുടെ അടിച്ചുപൊളിക്കൽ അവരുടെ വീട്ടിൽ നടക്കുമ്പോ ഒരു മോള കല്യാണം 100 കോടി രൂപയുടെ സ്വർണം ചെലവഴിച്ചുകൊണ്ട് നടത്തുമ്പോ അത് കണ്ട് അത്ഭുതപ്പെടുന്ന പെണ്ണേ, നീ മനസ്സുകൊണ്ട് ചിന്തിക്കാറില്ലേ? യാ ലൈതനീ മിസ്ലമാ ഊതിയ ഖാറൂൻ എന്ന മനുഷ്യന് കൊടുത്തതുപോലെ എനിക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന് ചിന്തിച്ച ജനതയെ പോലെ ചിന്തിക്കാറില്ലേ? എന്നാൽ അചഞ്ചലമായ മനസ്സിന്റെ കത്ത് അരക്കിട്ടുറപ്പിച്ച വിശ്വാസമുള്ള മുത്തഖീങ്ങൾ എന്താ പറഞ്ഞത്? ലാ തഫ്റഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. എടോ ഖാറൂനേ, നീ ഒരുപാട് ചാടണ്ട, നീ ഒരുപാട് അഹങ്കരിക്കണ്ട, നീ ഒരുപാട് ആഹ്ലാദിക്കണ്ട. ഒരുപാട് അതിരികണം ആഹ്ലാദിക്കുന്നവര് അല്ലാഹുവിന് ഇഷ്ടമല്ല എന്ന് നല്ല വിശ്വാസികൾ പറഞ്ഞു കൊടുത്തു. അവസാനം ഖാറൂനിന്റെ കൊട്ടാരവും ഖാറൂനും ഭൂമിയുടെ ഒരു ഭാഗം പിളർത്തി അള്ളാഹു അതിന്റെ അകത്തിട്ട് അടച്ചു. എന്നിട്ട് അള്ളാഹു അദാബ് കൊടുത്തത് ഖുർആൻ വ്യക്തമാക്കി. പെരുമ്പാവൂര് ടൗണിൽ 3 കോടി രൂപയുടെ ഭക്ഷണമാണ് ഒരു മോളെ കല്യാണത്തിന് വാപ്പിച്ചു വെച്ചത്. മുസ്ലിമാണ്. 3 കോടി രൂപയുടെ ഭക്ഷണം. എത്ര പാവപ്പെട്ടവരുണ്ടെന്നറിയോ? ഒരു മിന്നു കെട്ടാൻ നിവർത്തിയില്ലാതെ, ഒരു രോഗത്തിനും മരുന്ന് വാങ്ങാൻ ഗതിയില്ലാതെ, മലപ്പുറത്തിന്റെ പ്രിയപ്പെട്ടവരെ മൂത്ത മകന് ക്യാൻസർ വന്നതുകൊണ്ട് ഉമ്മയും ഉപ്പയും കൂടി തീരുമാനിച്ചു മക്കൾക്കും വിഷം കൊടുത്ത് സ്വന്തം വിഷം കഴിച്ച് ചത്തുകളയാം, ലോകത്ത് നിന്ന് റൂഹിനെ വെടിയിപ്പിച്ച് കളയാമെന്ന് തീരുമാനിച്ചു. മലപ്പുറത്ത് ഹോസ്പിറ്റലിൽ നിന്ന് 2.5 വർഷത്തെ ചികിത്സ കഴിഞ്ഞ് തിരുവനന്തപുരം RCCയിലേക്ക് 13കാരനായ മോനെ കൊണ്ടുവേണമെന്ന് ഉപ്പയോട് പറഞ്ഞപ്പോ ഇപ്പൊ മോനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, ഇനി ആരോട് ചോദിക്കാനാണ്? ഇനി ആരോട് ചോദിക്കാനാണ്? സംഘടനക്കാര് തന്നു, പ്രസ്ഥാനക്കാര് തന്നു, പള്ളിക്കാര് തന്നു, നാട്ടുകാര് തന്നു, വീട്ടുകാര് തന്നു. ക്യാൻസർ എന്ന രോഗത്തെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വന്നാൽ ജീവനും പോവും, സമ്പത്തും പോവും, സ്വസ്ഥതയും പോവും, ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സിന് സമാധാനവും പോകും. വല്ലാത്ത രോഗമാണ്. അല്ലാഹു ഈ സരസിൽ നിന്ന് ശബ്ദം ശ്രവിക്കുന്ന ആരുടെയെങ്കിലും കുടുംബത്തിൽ ആ രോഗം ബാധിച്ചവരുണ്ടെങ്കിൽ കരുണക്കടലാര ശാഫിയാര കാഫിയായ നാദാ, ഈ നാടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനനായ ഉസ്താദിന്റെ പോരിശ കൊണ്ട് നുസ്രത്തുൽ അനാം സാധു സംരക്ഷണ സമിതി മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ആ രോഗങ്ങളിൽ നിന്ന് അവരെ പരിപൂർണമായി നീ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. വന്നാൽ ആ രോഗമൊക്കെ മാറുന്ന കാര്യം വലിയ പാടാണ്. അവസാനം ആ ഉപ്പ പോയി 20 രൂപയ്ക്ക് വിഷം വാങ്ങിക്കൊണ്ടുവന്നു. ഭാര്യയോട് പറഞ്ഞു, നമുക്ക് മക്കൾക്ക് കൊടുക്കാം.
ഭാര്യ പറഞ്ഞു, എങ്ങനെ കഴിയുന്നു, എങ്ങനെ നിങ്ങൾക്ക് കഴിയുന്നു അങ്ങനെ പറയാ? ആ പിതാവ് പറഞ്ഞു, പെണ്ണെ, എന്റെ മുമ്പ് കിടന്ന് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ രോഗത്തിന് ചികിത്സിക്കാൻ നിവർത്തിയില്ലാതെ മുമ്പ് കിടന്ന് ഉപ്പാ ഉമ്മാന്ന് വിളിച്ചു വിളിച്ചു ഉരുകി 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 മരിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ മരിക്കലല്ലേ. ഒന്നെങ്കിൽ ചികിത്സിക്കാൻ പൈസ വേണം, അല്ലെങ്കിൽ ഇങ്ങനെ മരിക്കണം. അങ്ങനെ തീരുമാനിച്ചു. മൂന്നാമത്തെ പൊന്നുമോന് ആദ്യത്തെ ആളിന് വിഷം കൊടുത്തു, രണ്ടാമത്തതിന് കൊടുത്തു. മൂന്നാമത്തത് 2 വയസ്സിനകത്ത് പ്രായമുള്ള പുഞ്ചിരി പോലും മായാത്ത ഒരു പൊന്നോമന കുട്ടനായിരുന്നു. സുബ്ഹാനല്ലാഹ്. ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് വെച്ച് മണിക്കൂറുകളോളം ചുംബനം കൊടുത്തിട്ട് ആ കുഞ്ഞിന്റെ വാക്യവത്ത് പോലും ഉച്ചച്ചോറ് വാരി വെച്ച് കൊടുത്തിട്ട് 5 പേരാ മലപ്പുറത്ത് വീടിന്റെ അകത്ത് 5 പേര് മരിച്ചു വീട് കിടന്നു പോരെങ്കിൽ സഹോദരങ്ങളെ, അല്ലാഹു തരുന്ന പണം കൊണ്ട് പാവപ്പെട്ടവരെ പറഞ്ഞ് അഹങ്കാരത്തിന്റെ പ്രതിരൂപങ്ങളായി മാറുമ്പോ നരകത്തിന്റെ 1ാമത്തെ കവാടമാണ്. വഹസുബുഹു ജഹന്നം വഹസുബുഹു ജഹന്നം വഹസുബുഹു ജഹന്നം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അഹങ്കാരത്തിന്റെ രൂപങ്ങളായി കല്യാണ വീടുകൾ മാറുന്നില്ലേ? ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് പറഞ്ഞതുപോലെ ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെച്ചോറ്റിനാഗ്രഹമുള്ളവർ വടക്കോട്ട്, വെറും ചോറ് കറിയും പ്രഥമനും കിഴക്കോട്ട്, കൈ കഴുകുവാൻ പോകേണ്ടതാ താഴോട്ട്. അങ്ങനെ പറഞ്ഞ നമ്മളറിഞ്ഞിട്ടല്ലോ ഇവിടെ ഉണ്ടായിരുന്നിട്ടാ. ആ അൽമവാഹിബുൽ ജലിയൊക്കെ വായിച്ചു നോക്കണം. വാങ്ങി അലമാര കൊണ്ട് വെച്ചാൽ പറ്റൂല. അതൊക്കെ നോക്കണം. അതിനകത്തുള്ളതാ എന്ത് രസമായിട്ടാ പറഞ്ഞെന്നറിയോ? അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് പലർക്കും അത്ഭുതമാണ്. അത്ഭുതത്തിന്റെ രാജകുമാരനാണ് അല്ലാഹു. അദ്ദേഹത്തിന്റെ ഗുരുത്വം നമുക്ക് തരട്ടെ. ഞാൻ മെനിയാന്ന് വാത് പറഞ്ഞ സ്ഥലത്ത് തഴവസ്ഥാനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഇന്നിവിടെ സിയാറത്തിന് വേണ്ടി ഞാൻ ചോദിച്ചു അവരോട്, എവിടെയൊക്കെ നിങ്ങൾ സിയാറത്തിന്, വിമാപ്പള്ളി, കടുവപ്പള്ളി, ആറ്റിങ്കര, ഏർവാടി എല്ലായിടത്തും നിങ്ങൾക്ക് തഴവസ്ഥാന്റെ കബറൊന്ന് സിയാറത്ത് ചെയ്യാൻ പറ്റും? എന്ത് ചോദിച്ചു? ആരോടെ ചോദിച്ചു? ഉസ്താദുമാരോടെ ചോദിച്ചത്. ഉസ്താദുമാരെ നിർബന്ധമായും ചെയ്തിരിക്കണം സിയാറത്ത്. കാരണം ഉസ്താദിന്റെ ഉസ്താദിലെ അവിടെ കിടക്കുക, അവിടെ ചെല്ലുമ്പോൾ ഇൽമ കിട്ടും, ഉറപ്പാണ്. അങ്ങനെ ഒരു സുഹൃത്ത് ഇന്നിവിടെ സിയാറത്തിന് വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് വന്നപ്പോൾ നിങ്ങളുടെ പോസ്റ്ററൊക്കെ വിളിക്കുകയാണ്, ഏതായാലും വാത് കുറച്ചേരം കേട്ടിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്നു. പോയോന്നറിയില്ല. ഏതായാലും പ്രിയപ്പെട്ടവർ, അദ്ദേഹം പറയാ കല്യാണത്തിന്റെ മാമാങ്കം. അടുത്ത് ഞാനൊരു കല്യാണത്തിന് പോയി. വലിയ വലിയ പണക്കാരുടെ കല്യാണത്തിന് അങ്ങനെ പോവാതിരിക്കലാണ് പതിവ്. അങ്ങനെ പോയി ചെന്നപ്പോ ആഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിൽ കാശ് കൊടുത്ത ഒരു ഓഡിറ്റോറിയം. അതിപ്പോ കുഴപ്പമില്ല, നമ്മളിപ്പോ പണക്കാരാണ്, നമുക്കിപ്പോ അതനുസരിച്ചുള്ള ജനങ്ങളൊക്കെ വരും, വലിയ ഓഡിറ്റോറിയം വേണം, ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിന്റെ ഉള്ളിൽ പിന്നെ അനാവശ്യമായി കുറെ പേക്കൂത്തുകൾ. ചെല്ലുമ്പോ 2 ആർച്ചിന്റെ ചോട്ടിൽ 27കാരിയായ 2 പെൺകുട്ടികൾ അവിടെ ഇവിടെ ഒരുക്കി നിർത്തിയിരിക്കും. വെള്ള സാരിയിൽ കറുത്ത ബോർഡർ ഇങ്ങനെ ഉണ്ട്. അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെള്ളയൊക്കെ പൂശി പാരലോലിയൊക്കെ തേച്ച് ചുണ്ടൊക്കെ ആണെങ്കിൽ ചുമപ്പിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. കുറെ ചെറുപ്പക്കാര് മൊബൈലും കൊണ്ട് എല്ലായിടത്തും ഉണ്ട് ക്ലിക്കോ എന്ന് പറഞ്ഞ് കുറെ എണ്ണം. ഓ, ദവാനിയത്തിന്റെ മലക്കുകൾ ഒരു അടുത്ത് വരില്ല, അത്രയ്ക്ക് വെറുപ്പാണ്. അങ്ങനെ കുറെ എണ്ണം ക്ലിക്കോ കാട്ടിക്കുമ്പോ ഞാൻ ഇങ്ങനെ ചെല്ലുമ്പോ വെൽക്കം മുസ്ലിയാരെ, വെൽക്കം. ഞാൻ പറഞ്ഞു വെൽക്കം മുസ്ലിയാരല്ല, നൗഷാദ് മുസ്ലിയാർ. അങ്ങനെ വെൽക്കം മുസ്ലിയാരായിട്ട് കുറെ ആൾക്കാർ നിൽപ്പുണ്ട്. 3 കോടി രൂപയുടെ ഭക്ഷണമേ. തലേ ദിവസം MG ശ്രീകുമാറിന്റെ ഗാനമേള, കല്യാണത്തിന്റെ എരഞ്ഞോളി മൂസാറ് ഗാനമേള. എന്നാലും അങ്ങോട്ട് ദഹിക്കുള്ളൂ. ഇമ്മാമ പറഞ്ഞതാ, എരഞ്ഞോളി മൂസായെ കുറിച്ച് ഒരുപാടൊന്നും പറയേണ്ട ഉസ്താദേ, ആളിച്ചിരി ഉള്ളെങ്കിലും ഉള്ളത് കാതലാണ്. അദ്ദേഹം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ ഞാൻ ശരിക്കും കേട്ടിട്ടൊക്കെ ഉണ്ട്. എങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ മോശമായതല്ലേ നമ്മൾ എടുക്കുള്ളൂ. അദ്ദേഹത്തിന്റെ പാട്ട് നമ്മൾ കേൾക്കാൻ പറഞ്ഞാൽ താത്തമാര് കേൾക്കുന്നത് ഏതാ? മോശമാണ്, ഏറ്റവും വൃത്തികെട്ട, അല്ലെങ്കിൽ സെക്സ് റാക്കറ്റുകൾ പോലും തോറ്റുപോകുന്ന തരത്തിലുള്ള ഭാഷകളുള്ള മാപ്പിളപ്പാട്ടെന്ന് എഴുതി വെച്ചിരിക്കുന്നു. അത് മാത്രമേ നമുക്ക് ദഹിക്കുള്ളൂ. മിറാജ് രാവിലെ കാറ്റേ മരുഭൂ തണുപ്പിച്ച കാറ്റേ. ആ വരിയുടെ അർത്ഥം മാത്രം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. മിഅ്റാജ്, അതുപോലെ സ്വപ്നം എന്ന് പറയണ മടയന്മാരല്ല, എന്ത് ചെയ്യാൻ പറ്റും?
മിഅ്റാജ് പോലും സ്വപ്നമാണെന്ന് പറയാം. വിഷയത്തിൽ നിന്ന് മാറുന്നില്ല, മടങ്ങി വരുന്നു. റസൂലുള്ളാഹിയെ കുറിച്ച് പറഞ്ഞാൽ പിന്നെ എനിക്ക് വല്ലാത്ത ഒരു അനുഭവമാണ്. അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. തിരിച്ചു വരുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അങ്ങനെ പണം കൊണ്ടുവന്ന മോള കല്യാണത്തിന് അഹങ്കാരത്തിന്റെ രൂപം പടിയുന്നവരെ, അങ്ങനെ വീടിന്റെയും നാടിന്റെയും എല്ലാ പ്രശസ്തിയുടെയും പവറിന്റെയും പ്രതിരൂപം പണം കൊണ്ട് നിങ്ങൾ നൃത്തം ചവിട്ടുമ്പോ ഓർക്കണേ വമ്മ യുവനീ അൻഹുമാലുഹു ഇദാ തറദ്ദാ. നീയൊന്ന് മറിഞ്ഞു വീണുപോയാൽ നിന്റെ പണത്തിന് നിന്നെ പിടിച്ചെടുന്നേൽപ്പിക്കാൻ പറ്റൂല. ലക്ഷക്കണക്കിന് രൂപ കൊണ്ട് കെട്ടിവെക്കാൻ പറ്റോ? 21 ദിവസം ചടയമംഗലത്തുള്ള മുഹമ്മദ് റാഫി എന്ന സഹോദരൻ തിരുവനന്തപുരം അനന്തപുരിയിൽ ബോധമില്ലാതെ കിടന്ന് 21 ദിവസമാണ്. ടൂ വീലർ അപകടത്തിൽപ്പെട്ട് പോസ്റ്റിലേക്ക് തല പോയിടിച്ചിട്ടു. 22ാമത്തെ ദിവസമില്ലേ ആ സഹോദരൻ മരണപ്പെടുമ്പോ കൂട്ടുകാര് ലക്ഷങ്ങൾ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിന്റെ മുമ്പ് വെച്ചില്ലേ? ആ ജീവൻ തിരിച്ചു കിട്ടാൻ പറ്റൂലല്ലോ. നീ ഒന്നും മറിഞ്ഞു വീണുപോയാ നിന്റെ പണക്കെട്ടിന് നിന്നെ പിടിച്ചേൽപ്പിക്കാൻ പറ്റൂലല്ലോ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ലക്ഷക്കണക്കിന് രൂപ മുടക്ക് കിട്ടും മാറാത്ത രോഗത്തിൽ നിന്ന് കടയാതെ പടച്ചോനെന്നെ കാത്തുരക്ഷിക്കട്ടെ. പള്ളിയുടെ നടയിൽ പോയി കറച്ചീപ്പ് വിരിച്ചുകൊണ്ട് ശാള് വിരിച്ചുകൊണ്ട് എന്റെ മോന് ഓപ്പറേഷനാണ്, എന്റെ മോൾക്ക് കാല് സുഖമില്ല, കിഡ്നി തകരാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജുമാകളിൽ ഇറങ്ങിപ്പോകുന്നവരിട്ട് തരുന്ന 2 രൂപയും 5 രൂപയും നുള്ളിപ്പടക്കിയെടുക്കുന്ന ഗതികേട് അല്ലാഹു നമ്മെ തന്ന് മാറ്റിത്തരട്ടെ. നമ്മുടെ നാട്ടിൽ അങ്ങനെ ആരെങ്കിലും കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ കരുണക്കടലായ നാഥാ അവരെ നീ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ, നുസ്രത്തുൽ അനാമിന്റെ സാധുക്കളായ പാവപ്പെട്ട സഹോദരങ്ങൾ ഈ പരിപാടി കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് അവർ കുറെ ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ട്. നിക്കാഹിന് വേണ്ടി 3ഓളം അപേക്ഷകളാണ് ഇതിനു മുമ്പ് വന്നത്. ഈ സംഘടന വേണ്ടെന്ന് പറയുന്ന സമ്പന്നര്, നിങ്ങൾക്ക് അപേക്ഷ സ്വീകരിച്ചിട്ട് ഒരു 10 രൂപ കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റോ? നല്ലത് വേണ്ടെന്ന് പറയുന്ന സ്വഭാവം നമുക്ക് പണ്ടേ ഉള്ളതാണ്. നിങ്ങളെല്ലാവരും 1 രൂപ വെച്ച് കൊടുത്താൽ 1000 രൂപയാവൂല്, 10 രൂപ വെച്ച് കൊടുത്താൽ 10,000 ആവൂല്. അൽഹംദുലില്ലാഹ്, പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ നിങ്ങൾ പറയും ഉസ്താദേ ആ മക്കൾക്ക് കൊണ്ടുപോയി പുട്ടടിക്കാനുള്ളതാണ്, അവർക്ക് കൊണ്ടുപോയി ബിരിയാണി കഴിക്കാനുള്ളതാണ് എന്നൊക്കെ നിങ്ങൾ പറയും. കൊണ്ടുപോയി തിന്നട്ടെ, തിന്നാൽ അവരും അവിടെ പടച്ചറബുമായിട്ടാണ് അവർ നേരിടാൻ പോകുന്നത്. നിങ്ങളെ അല്ലാഹു പിടിക്കൂലല്ലോ. നല്ല നിയ്യത്തോടുകൂടി നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം സുനിശ്ചിതമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് സമ്പത്ത് കൊണ്ട് അഹങ്കാരത്തിന്റെ കോട്ടപടിയാ നിൽക്കുന്നവര്, അഹംഭാവത്തിന്റെ പ്രതിരൂപങ്ങളായി മാറുന്നവര്, അതിനെയെല്ലാം തല്ലി ഉടച്ചിട്ട് വിനയത്തിന്റെ മാതൃകയായി മാറാൻ എന്റെ സഹോദരങ്ങൾ ശ്രമിക്കണം. 1ാമത്തെ കവാടം അഹങ്കാരികൾക്കുള്ളത്. 2ാമത്തതോ നരകത്തിന്റെ 2ാമത്തെ കവാടത്തിന്റെ പേരിൽ ലലാ എന്നാണ്. ലലാ സാമ്പത്തിക സൂക്ഷ്മതയില്ലാത്തവരാണ് അതിൽ കടന്നു പോകുന്നത്. സാമ്പത്തിക സൂക്ഷ്മതയില്ലാത്തവരാണ് അതിനകത്ത് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ സമ്പാദ്യം എങ്ങനെ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് പലിശയ്ക്ക് കൊടുത്തുകൊണ്ട്, പലിശ വാങ്ങിക്കൊണ്ട്, കള്ളു കച്ചവടം നടത്തിയിട്ട്, വ്യഭിചാരം നടത്തിയിട്ട് പണമുണ്ടാക്കുന്നവരാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. 2ാമത്തെ കവാടം ലലാ എന്നാണ് പേര്. അതിലൂടെ കടക്കുന്നത് സാമ്പത്തിക സൂക്ഷ്മതയില്ലാത്തവരാണ്. ഇന്ന് പണം എങ്ങനെ സമ്പാദിക്കണമെന്നുള്ള ചിന്തയാണ് പലരുടെയും മനസ്സിലുള്ളത്. സഹോദരങ്ങളെ, ഹൈറായ രീതിയിലൂടെ പണം സമ്പാദിച്ചാൽ അതിനൊരു ബറക്കത്താണ്. ഹറാമിലേക്ക് വിട്ടുപോകാതെ പണം സമ്പാദിച്ചാൽ അതിനൊരു ബറക്കത്താണ്. പലിശ എന്ന് പറയുന്നതിന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് തകർത്തു തിമിർത്ത് ആടിക്കൊണ്ടിരിക്കുകയാണ്. ഹജ്ജിന് പോകുന്നവര് പോലും പോയിട്ട് വന്നിട്ട് പോലും പലിശയുടെ ബാക്കി വാങ്ങുന്ന കാലമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെല്ലാം കൊട്ടേഷൻ ടീമിൽ പ്രവർത്തിച്ചുകൊണ്ട് കൈവെട്ടിയിട്ട്, കാല് വെട്ടിയിട്ട്, തല വെട്ടിയിട്ട്, ഗുണ്ടാപിരിവ് നടത്തിയിട്ട് കിട്ടുന്ന പണം കൊണ്ട് ഉദരപൂരണം നടത്തുന്നവരാണ് ഒഴിവാക്കണം. അപ്പമാരുടെ മനസ്സിലൊക്കെ ചിന്ത 5 മക്കളുണ്ടെങ്കിൽ ഒരാൾ ഗുണ്ടയായിരിക്കണമെന്ന്.
ഒരാൾ ഹാഫിദ്, ഒരാൾ ആലിം, ഒരാൾ ഗുണ്ട. കാരണം വാപ്പാക്ക് ധൈര്യമായിട്ട് ഇറങ്ങി നടക്കാൻ തടകയിൽ ആരും വിരട്ടൂല. വിരട്ടിയാൽ എന്റെ മോനെ ശുക്കൂറിനെ ഇപ്പൊ ഞാൻ വിളിക്കുമെന്ന് പറഞ്ഞ് മൊബൈൽ എടുക്കുമ്പോ വേണ്ട ഒന്നും വേണ്ട, അവനെ വിളിക്കണം. അതിനു വേണ്ടി ഒരു ഗുണ്ട ആവശ്യമാണ് പറയാം. ഒരു സ്ഥലത്ത് വാതിന് പോയപ്പോ മുടിയൊക്കെ വിടംബര വളർത്തി ഒരു സഹോദരൻ, സാറേ ബിസിനസിന്റെ പുരോഗതിക്ക് വേണ്ടി ദുആ ചെയ്യണം, കൈയൊക്കെ നല്ല തഴമ്പ്. എന്താണ് ബിസിനസ്? ഞാനൊരു ചെറിയ ഗുണ്ടയാണ്. അല്ലാഹുമ്മ അൻസിൽ ഫീ ഗുണ്ട വൽ ഗുണ്ട എന്ന് ദുആ ചെയ്യാൻ പറ്റും. ചെറിയ ഗുണ്ടയാണ് പോലും, ആലോചിച്ച നമ്മൾ. അപ്പോ അങ്ങനെ മറ്റുള്ളവരെ വഞ്ചിച്ചുകൊണ്ട്, പറ്റിച്ചുകൊണ്ട്, തട്ടിയെടുത്തുകൊണ്ട് ഇന്നുണ്ടല്ലോ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. പാരൻ അല പാരിഹിം എന്ന് പറഞ്ഞ പോലെ ഒരാൾ മറ്റൊരാൾക്ക് പാരയാണ്. നേരം വെളുക്കും പറയാം, മറ്റോ മൊബൈൽ എടുത്ത് അല്ലോട് ഒറ്റോട്ട നേരം വെളുക്കുമ്പോൾ ഓടുക. എന്നിട്ട് പാര വെച്ചുകൊണ്ട് മറ്റുള്ളവരെ കരയിപ്പിച്ചുകൊണ്ട് ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി കൂടപ്പുറത്തിന് വരെ ചവിട്ടി താഴ്ത്തിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ പണമുണ്ടാക്കിയെന്ന് അഹങ്കാരത്തോടെ പറയുന്നവരാലോചിച്ചോ. ഇന്നലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതു ഉമ്മത്തി അൽമാ. എല്ലാ സമുദായത്തിനും അല്ലാഹു ഫിത്ന കൊടുത്തിട്ടുണ്ട്. വഫിത്നതു ഉമ്മത്തി അൽമാ. എന്റെ സമുദായത്തിന് അല്ലാഹു കൊടുത്തിരിക്കുന്ന ഫിത്ന അത് സമ്പത്താണ്, അത് സമ്പത്താണ്. അത് ക്യാൻസറല്ല, ട്യൂമറല്ല, എയ്ഡ്സ് അല്ല, സമ്പത്താണ് എന്ന് ലോകത്തിന്റെ നായകൻ പറയുമ്പോൾ ആ സമ്പത്ത് വരുമ്പോ നമ്മുടെ രൂപം മാറുന്നില്ലേ, നമ്മുടെ കോലം മാറുന്നില്ലേ, നമ്മുടെ ഭാവം മാറുന്നില്ലേ? പ്രമാണമില്ല, സൊസൈറ്റിയിൽ വെച്ച് കേൾപ്പിപ്പോവാണ്. ഉസ്താദിനോട് വന്ന് പറയുന്നു, 100 രൂപ ഉസ്താദിനോട് കൊടുത്ത് ദുആ ചെയ്യണം. സാറേ ഞാൻ രക്ഷപ്പെട്ടാ നിങ്ങളെ ടൈമാണ്, നിങ്ങളെവിടെ ആരും ഒന്നും പറയൂല, മാസാമാസം ഞാൻ തരും 10,000 രൂപ, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി ദുആ ചെയ്യണം. ചെറ്റക്കൂരൊക്കെ പണയപ്പെടുത്തിയിട്ട് പോവാൻ. മാമാക്ക് 50 രൂപ, അസിസ്റ്റന്റിന് 75 രൂപ, ഉസ്താദിന് 100 രൂപ കണക്കാക്കി കൊടുത്ത് കേൾപ്പിപ്പോയി. ഉസ്താദ് കരഞ്ഞു വിളിച്ചൊരു ദുആ അങ്ങോട്ട് ചെയ്ത് ചെന്ന് കയറിയ ഉടനെ അവൻ തിരിച്ച് നാട്ടിൽ വിളിച്ചു, ഉമ്മച്ചി ഉസ്താദിന്റെ ദുആ കബൂലായി ഉമ്മ. കണ്ണു കണ്ടുകൂടാത്തൊരു പൊട്ടൻ അറബിയാണ് എനിക്ക് കിട്ടിയത്. അല്ലാഹ് എത്ര വാരിക്കൊണ്ടുവന്നേരം ഒന്നോടൊമ്മ അറിയൂല. ഉസ്താദ് കിടിലൻ തന്നെ. 2 കൊല്ലം അവിടെ നിന്ന് 25 കൊല്ലം ഒരാൾ നിന്ന് മോട്ടിച്ചാ കിട്ടുന്ന പൈസ മൊത്തം ഉണ്ടാക്കി നാട്ടിൽ വന്നു. വന്നപ്പോ ഉസ്താദ് വിചാരിച്ചിരുന്നു ഗോള് തന്നെ, നമ്മൾ ദുആയൊക്കെ ചെയ്ത് സെറ്റപ്പായ പയ്യൻ വന്നു. ഉസ്താദിനെ കണ്ടോണ്ട് ഉസ്താദ് ഓടിച്ചെന്ന് ഉസ്താദ് ചോദിച്ചു, ഉസ്താദിന്റെ സ്ഥലം ഇവിടെ തഴവേലോ? ശരി, ഉസ്താദ് ചോദിച്ചു, എന്തോടെ എന്റെ കവളിനകത്ത് ചേമ്പ വെച്ചിട്ടിരിക്കുകയാണ്, സംസാരിക്കാൻ വയ്യ, വയറൊക്കെ ഇറങ്ങി കവളൊക്കെ പെരുവി ഉസ്താദ് സ്ഥലം ഇവിടെ. ഉസ്താദ് അന്തം വിട്ടുപോയി. കാരണം എന്താണെന്നറിയോ? കുറച്ച് നോട്ടുകെട്ടുകൾ ഇപ്പൊ അവന് കിട്ടി, അതാണ് ഈ മാറ്റം. ഉസ്താദിനെ അറിയാൻ വയ്യ. മോദി സാഹിബ് ഓടി വന്നിപ്പോ കിട്ടുമെന്നും പറഞ്ഞ് ചവിട്ടി തൂത്തുകൊണ്ട് വണ്ടി എടുത്തോണ്ട് ഒറ്റ പോക്ക്. ആരെയും തിരിച്ചറിയുന്നില്ല. പണ്ട് അവസാനം പോക്കത്തി കിടന്ന 10 രൂപ കാണിക്ക വഞ്ചിയിലേക്ക് ഇട്ടുകൊടുത്തു പോയ ഓർമ്മ പോലും ഇന്നവനില്ല. എന്തുകൊണ്ട്? പണം വന്നു മൂടിയത്. പാവപ്പെട്ട ചെറ്റക്കൂരയിൽ കഴിഞ്ഞിരുന്ന പാവപ്പെട്ട പെൺകുട്ടികളെ എത്രയോ മിടുക്കന്മാരായ സഹോദരങ്ങൾ സ്ത്രീധനോ അച്ചാരോ ഒന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടുപോയി നിക്കാഹ് കഴിച്ച് വീട്ടിൽ കൊണ്ടുപോയി. ഇന്ന് ഏറ്റവും കൂടുതൽ അഹങ്കരിക്കുന്നത് അന്ന് പാവപ്പെട്ട കുള്ളി ജീവിച്ച ആ പെൺകുട്ടികളാണ്. കാരണം എന്താ? ഇന്നവർക്ക് സെറ്റപ്പായി, ഇന്നവർക്ക് പണമായി, ഇന്നവർക്ക് മൊബൈലായി. ഇന്ന് പിന്നെ ഭർത്താവ് വരച്ച വരയിൽ നിൽക്കുന്നു. ഇന്ന് പിന്നെ എവിടെ ഇന്ന് ആ മോഡലൊക്കെ ആയി, പണം ഒരുപാടായി. ഇന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, പർദ്ദയ്ക്കകത്ത് ചുരിദാറിനകത്ത് 4 പോക്കറ്റും 10 മൊബൈലും 100 മെമ്മറി കാർഡും 500 സിമ്മുമില്ലാത്ത പെണ്ണ് നമ്മുടെ നാട്ടിലില്ലാത്ത അവസ്ഥ വരെ അഹങ്കാരത്തിന്റെ പ്രതിരൂപങ്ങളായി. എല്ലാ പെൺകുട്ടികളും ബൈക്കും ബുള്ളറ്റും ഓടിച്ചു തുടങ്ങി. ഭർത്താവ് പുറകിലിരിക്കുന്നു, പെണ്ണ് ഹെൽമറ്റും വെച്ച് ഫ്രണ്ടിലിരിക്കുന്നു. ആ രീതിയിലായി. ആലോചിക്കണം നമ്മൾ. അഹങ്കാരികളാകാൻ തോണ സമയം വേണ്ട സഹോദരിമാരെ. അതുകൊണ്ട് പണം കിട്ടുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം. ഹറാമായ രീതിയിലൂടെ പണം സമ്പാദിച്ചാൽ ആ പണം കൊണ്ട് ഖൈറായ ഒരു കാര്യവും നിനക്ക് ചെയ്യാൻ പറ്റില്ല. ഹറാമായ രീതിയിലൂടെ പണം ചെലവഴിച്ച അതിന്റെ ഓരോ കാശിനും അല്ലാഹുവിനോട് കണക്ക് പറയേണ്ടി വരും. കള്ളിന് വേണ്ടി എത്രയാ എന്റെ ചെറുപ്പക്കാരാ നീ ചെലവഴിക്കുന്നത്? കള്ളിന് വേണ്ടി എത്രയാ ചെലവഴിക്കുന്നത്? കൂട്ടുകാര് പറയും എന്റെ കയ്യിൽ കാശില്ലടാ. അപ്പയവും പറയും നീ വിഷമിക്കണ്ടടാ, അതൊക്കെ എന്റെ വാപ്പച്ചി ഉണ്ടാക്കിയിട്ടുണ്ട്, നീ വാ, നിനക്ക് ഞാനല്ലേ പാർട്ടി നടത്തുന്നത്, നമ്മുടെ പാർട്ടി ജയിച്ചടാ, അല്ലെങ്കിൽ എന്റെ പാർട്ടിക്ക് സൊസൈറ്റി കിട്ടിയടാ, അതുകൊണ്ട് നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് തോളത്ത് കൈയിട്ടുകൊണ്ട് കൂട്ടുകാരോട് വാഹനം പിടിച്ചുകൊണ്ട് ബിവറേജ് ഷാപ്പിലേക്ക് പോയിട്ട് കാശ് മടക്കുന്ന സഹോദരാ, ഓരോ
ചില്ലിക്കാശിനും അള്ളാനോട് കണക്ക് പറയേണ്ടി വരും. ഒരു രൂപയില്ലല്ലോ എന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ ഭർത്താവിന് മരുന്ന് വാങ്ങാൻ കാശില്ലാതെ ഭർത്താവിന് മാത്രം അവകാശപ്പെട്ട തന്റെ സൗന്ദര്യമുള്ള ശരീരത്തെ ലോഡ്ജിലേക്ക് കാണിച്ചിട്ടും 250 രൂപയ്ക്ക് ശരീരം വിറ്റ് ഭർത്താവിന് മരുന്ന് വാങ്ങാനോടും നൂറുകണക്കാണ് ഈ സമുദായത്തിന്റെ പെൺകുട്ടികളുടെ നെഞ്ചത്തത് വിട്ടുകിട്ട് കണ്ടുപിടിച്ച് അറമ്മാദിക്കുന്ന അഹങ്കാരത്തിന്റെ പ്രതിരൂപങ്ങളാണ് പിശാചിന്റെ അനുയായികളായ അരപ്പരിച്ചുകൂടെ യുവത്വമേ. എന്റെ ശബ്ദം ശ്രമിക്കുന്നവര് മുഴുവനും അത്തരക്കാരാണെന്നതിന് അർത്ഥമില്ല. എവിടെയെങ്കിലും ഇരുന്ന് കേൾക്കുന്നവരോ നിങ്ങളുടെ കൂട്ടുകാരോ ആരെങ്കിലും ഇതിൽ പെട്ടുപോകുന്നവരാണെങ്കിൽ മോനെ ഇത്തിരി പോലെ ജീവിതത്തെ തട്ടിക്കളിക്കാതിക്കാറ് അള്ളാന്റെ പൊരുത്തത്തിലേക്ക് പറമകളെ പോലെ ചിറക് വെച്ച് പറന്നുയരാനുള്ള സമയം വൈകിപ്പോയെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് നാളെ ഇവിടെ കൊണ്ടുവന്നിരിപ്പിക്കോ. ഈ സരസിൽ നിന്ന് നാളെ എഴുന്നേറ്റ് പോകുമ്പോ കണ്ണീരോടെ ദുആ ചെയ്തുകൊണ്ട് പുതിയ ഒരു യുവത്വത്തിന്റെ ഈമാൻ തിളയ്ക്കുന്ന പ്രതികാരമുള്ള ഇബ്ലീസിനോട് പ്രതികാരമുള്ള പൈശാചിനോട് പ്രതികാരമുള്ള അല്ലാഹുവിനോട് ഏറ്റവും നല്ല അടുക്കാൻ ആർത്തിയുള്ള ആഗ്രഹമുള്ള ആവേശമുള്ള അത്യാഗ്രഹമുള്ള ഈമാനിന്റെ ചുണക്കുട്ടന്മാരായി ഈ സരസിൽ എഴുന്നേൽക്കണം. അല്ലാഹു അതിന് നമുക്ക് ഭാഗ്യം തരട്ടെ. അതുകൊണ്ട് ഹറാമായ വഴികൾ എളുപ്പമാണ് പണം സമ്പാദിക്കാൻ. പലിശയ്ക്ക് കൊടുത്താൽ എത്രയോ ലക്ഷക്കണക്കിന് രൂപയാണ് കിട്ടുന്നത്. ഒരു ചരിത്രം ഇന്ന് സമ്മാനമായി നിങ്ങൾക്ക് തരാൻ പോവാണ്. ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിനെ ഒരുപാട് വയന്ന് ജീവിച്ച മഹാനുഭാവനാണ്. പടച്ചതമ്പുരാന്റെ പള്ളിക്കകത്ത് റമളാനിന്റെ രാത്രിയിൽ ഇബ്നു ഹജർ റളിയല്ലാഹു തആല എത്തിക്കാതിരിക്കുകയാണ്. ലൈലത്തുൽ ഖദറിന്റെ രാവാണ്. ലൈലത്തുൽ ഖദറിന്റെ രാവിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ പള്ളിക്കകത്ത് നെയ്യത്തോടെ എത്തിക്കാതിരിക്കുമ്പോ നമുക്കറിയാം ആ രാവ് വളരെ ശ്രേഷ്ഠമാണ്. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംറിൻ സലാഹ് ഹത്താ മത്ലഉൽ ഫജ്ർ. സൂര്യോദയത്തിന്റെ സമയം വരെ ഫജ്ർ വെളിവാകുന്നത് വരെ 10,000 മാലാഖമാര് ലക്ഷക്കണക്കാറ് മാലാഖമാര് വാനലോകത്ത് നിന്ന് മഴത്തുള്ളുകളെ പോലെ പെയ്തിറങ്ങുന്ന പേമാരി പോലെ വന്നിറങ്ങുന്ന സുന്ദരരാവാണ്. ആ രാവിലെ അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് ഇഅ്തികാഫിന് നിയ്യത്ത് ചെയ്തുകൊണ്ട് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു കഴിഞ്ഞുകൂടുമ്പോ പാതിരാത്രി മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു, അല്ലാഹ് എന്ത് ഉപ്പിച്ചാന അടക്കിയിരിക്കുന്നത് ഈ ഖബറിലല്ലേ, ഈ പള്ളിയുടെ ഖബർസ്ഥാനിലല്ലേ എന്റെ ഉപ്പാറ അടക്കിയിരിക്കുന്നതല്ല. അതുകൊണ്ട് ഉപ്പാടെ ഖബറിലേക്കൊന്ന് ചെല്ലാ, ഈ രാത്രി ഒന്ന് സിയാറത്ത് ചെയ്യാ, ഈ രാത്രി ഒന്ന് ദുആ ചെയ്യാ എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു കുറ്റാങ്കുറ്റിരുട്ടിൽ പള്ളിക്കാടിലേക്ക് നടന്നു പോവാണ്. ഉപ്പച്ചാന്റെ ഖബറിന്റെ അടുത്തേക്ക് വരുന്നുകയാണ്. അവിടെ ചെന്നിട്ട് ഉപ്പച്ചാന്റെ ഖബറിലേക്ക് നോക്കി സലാം പറയുകയാണ്. കൊതിയില്ലേ ഉപ്പമാരെ, മുഖ്ലിസീങ്ങളാണ് മുത്തഖീങ്ങളാണ് മക്കളെ ദുനിയാവിൽ വെച്ചിട്ട് മരിച്ചുപോയാ നീ വിഷമിക്കണ്ട മോനെ. നിന്റെ ഖബറിന്റെ അടുത്തേക്ക് പ്രിയപ്പെട്ട മക്കൾ വന്ന് ദുആ ചെയ്യുമ്പോ, പ്രത്യേകിച്ച് റമളാനിന്റെ രാത്രിയല്ലേ, ലൈലത്തുൽ ഖദറിന്റെ രാവല്ലേ, വല്ലാത്ത സുഖമായിരിക്കുമല്ലോ. എന്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്, ഖബർ വിശാലമാക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു റമളാന്റെ രാത്രിയിൽ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ദുആ അരക്കുമ്പോ ആ കുറ്റാകുറ്റിരുട്ടിൽ പള്ളിയുടെ ഏതോ ഭാഗത്തു നിന്ന് ഭയാനകരമായ ഒരു ശബ്ദം മുടങ്ങി കേൾക്കുകയാണ്. ഞെട്ടിത്തരിച്ചുപോയി, റബ്ബേ ആരാണ് ഈ നിലവിളിക്കുന്നത്, ആരാണ് ഈ പൊട്ടിക്കരയുന്നത്? വല്ലാത്ത അന്തം വിട്ടമ്പാടിച്ചു പോലെ പൊട്ടിക്കരച്ചിലാണ്. ആരാണെന്നറിയാൻ വയ്യ. ജീവനോടെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോ നിലവിളിക്കുന്ന പോലെ, ജീവനുള്ള ശരീരത്തിന്റെ തൊലി വലിച്ചെറിയുമ്പോ പൊട്ടിക്കരയുന്ന പോലെ, കഷണമായി മുറിച്ചെറിയുമ്പോ നിലവിളിക്കുന്ന പോലെ ഒരു മനുഷ്യൻ കിടന്ന് നിലവിളിക്കുന്നു. എന്തെന്നറിയാറ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഏത് ഭാഗത്തു നിന്നാണ് കേൾക്കുന്നതെന്നറിയാറ്. പള്ളിയുടെ പള്ളിപ്പറമ്പാകുന്ന ഖബറിന്റെ ഭാഗത്ത് മുഴുവനും ഇങ്ങനെ കറങ്ങിപ്പോകുമ്പോ അതേ കാടുകൾക്കിടയിൽ നിറയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു ഖബറ്, ഇടിഞ്ഞുപോലെ കുടുങ്ങിത്താണു പോയ ഒരു ഖബറ്. സുബ്ഹാനല്ലാഹ്, ആ ഖബറിന്റെ അകത്തിരുന്നാണ് ഈ നിലവിളി കേട്ടത്. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഞെട്ടിത്തരിച്ചു പോയി, മുട്ടുകാല് വിറച്ചുപോയി, പള്ളിയിലേക്ക് പോയി. സുബ്ഹി
നിസ്കാരത്തിന് പള്ളിയിൽ വന്ന ഏറ്റവും പ്രായം കൂടിയ ഒരു ഉപ്പാനോട് പറഞ്ഞു, ഉപ്പാ ഒരു ഖബർ ഞാൻ കാണിച്ചു തന്നാൽ അതിനകത്താരെയാണ് അടക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഉപ്പയൊന്ന് പറയുമോ? ആ ഉപ്പ പറയുന്ന തങ്ങള് 30 വർഷമായിട്ട് ഇവിടെ ആരെയൊക്കെ അടക്കിയിട്ടുണ്ടോ അവരുടെ പേരെനിക്കറിയാം, അവരുടെ ഖബർ എനിക്കറിയാം. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ആ പ്രിയപ്പെട്ട ഉപ്പാന്റെ കയ്യും പിടിച്ചുകൊണ്ട് ചൊല്ലുകയാണ്, രാത്രിയിൽ താൻ നിലവിളി കേട്ട പൊട്ടിക്കരച്ചിൽ കേട്ട ഖബറിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് ചോദിക്കുന്നു, ഉപ്പാ ഇതാരുടെ ഖബറാണ് ഉപ്പാ? ആ ഉപ്പ പറയുന്നു, തങ്ങള് ഈ ഖബറിന്റെ അകത്ത് നിന്ന് നിലവിളി കേൾക്കാൻ സാധ്യതയില്ല. കാരണം ഇയാൾ കൃത്യമായി നിസ്കരിച്ചിരുന്നയാളാണ്, നോമ്പ് പിടിച്ചിരുന്നയാളാണ്. പിന്നെ എന്തേ കരഞ്ഞുപോയതെന്ന് എനിക്കറിയില്ല തങ്ങള്. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒന്ന് ഓർത്തു നോക്കിയേ, ഒന്നാലോചിച്ചു നോക്കിയേ, ജീവിതത്തിൽ അല്ല പൊറുക്കാത്ത എന്തെങ്കിലും തെറ്റ് ചെയ്തിരുന്നോ എന്ന് ചിന്തിക്കാൻ പറയുമ്പോൾ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിനോട് ആ ഉപ്പ പറയുന്നു, തങ്ങള് ഒരു കാര്യം എനിക്ക് ഓർമ്മ വരികയാ. മരിക്കുന്നതിനും കുറെ മാസങ്ങൾക്ക് മുമ്പ് ഇയാൾക്കൊരു രോഗം പിടിപെട്ടത് കൊണ്ട് ജോലിക്കൊന്നും പോകാൻ പറ്റാത്തത് കൊണ്ട് ഭാര്യ പറഞ്ഞു, അദ്ദേഹത്തിനോട് ഭാര്യ പറഞ്ഞു, ഇനി നിങ്ങളൊരു ജോലിക്കും പോണ്ട, ഇത്രയും നാൾ കച്ചവടം ചെയ്ത ലാഭം എടുത്തുകൊണ്ട് അതിനെ അങ്ങ് പലിശയ്ക്ക് കൊടുക്കാ. അങ്ങനെ ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് 10,000 രൂപ പലിശയ്ക്ക് കൊടുത്ത് ജീവിച്ച മനുഷ്യനാണ്. ആ പലിശയ്ക്ക് കൊടുത്ത് 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 അവസാനം അസ്രായീൽ ഒന്ന് കൊണ്ടുപോയി തങ്ങളെ. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, പലിശക്കാരന്റെ റമളാനിന്റെ ലൈലത്തുൽ ഖദറിന്റെ രാത്രി പോലും ഖബറിന്റെ അകത്ത് സമാധാനമില്ല. പാവപ്പെട്ടവന്റെ നീരൂറ്റി കുടിച്ചിട്ട് പണമുണ്ടാക്കുന്നവനെ നെളിഞ്ഞുകൊണ്ട് തേച്ച് മടങ്ങാത്ത ചുളുങ്ങാത്ത ഡ്രസ്സിട്ടുകൊണ്ട് ചാരിയിരുന്നുകൊണ്ട് നീളമുള്ള മൊബൈലും കൊണ്ടിറങ്ങി അഹങ്കാരത്തിന്റെ കോലത്തിൽ നടക്കുന്നവരെ നിങ്ങൾ ചിന്തിക്കുമല്ലോ, ഇന്ന് തഴവയിൽ എനിക്ക് കുറെ ജനങ്ങളുണ്ട്, എനിക്ക് കുറെ ആൾക്കാരുണ്ട്, എല്ലാവരും കാണുമ്പോനെ അത് ദുനിയാവിൽ മാത്രമാണ്. നിന്റെ കണ്ണടഞ്ഞു പോയ ആ സെക്കൻഡ് മുതൽ മോനെ പിന്നെ നരകത്തിന്റെ തീയാണ്. അതുകൊണ്ട് സാമ്പത്തിക സൂക്ഷ്മത പാലിക്കണേ പെങ്ങള്. ഹറാമായത് കിടത്തിയിടല്ലേ, ഹറാമായത് കഴിക്കല്ലേ. എന്തിനേറെ ഒരു തുണിക്കടയിലേക്ക് തുണിയെടുക്കാൻ പോയാൽ ആ കടയിൽ ചെന്നിട്ട് 600 രൂപയുടെ സാരി 400 രൂപയ്ക്ക് വാങ്ങിക്കൊണ്ടുവരുമ്പോ കടക്കാരൻ പറയുന്നു, ഗതിയില്ലാതെ സമ്മതിച്ചതാണെന്നൊരു വാക്ക് പറഞ്ഞാൽ 200 രൂപയുടെ ഭാഗം ഹറാമാണ് പെണ്ണേ. സാരി ഉടുത്തുകൊണ്ട് നിസ്കരിച്ച നിന്റെ നിസ്കാരം ശരിയല്ല. കടക്കാരെ പറ്റിച്ചുകൊണ്ട് കൊണ്ടുവന്ന പർദ്ദയുണ്ടല്ലോ, ആ പർദ്ദയിട്ടുകൊണ്ട് നിസ്കരിച്ച നിന്റെ നിസ്കാരം ശരിയല്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പെരുന്നാളിന് ജീൻസ് വാങ്ങാൻ പോയി 1100 രൂപയുടെ ജീൻസ് പറഞ്ഞ് ശല്യം കാരണം അവസാനം 500 രൂപയ്ക്കാണ് നിനക്ക് തന്നതെങ്കിൽ മോനെ നല്ല മനസ്സോടെ പൊരുത്തത്തോടു കൂടിയല്ല വില കുറച്ച് തന്നതെങ്കിൽ അത് ഹറാമാണ് മോനെ, അതുപോലും ഹറാമാണ്. പലിശ മാത്രമല്ല ഹറാമായത്, അയൽവാസിയുടെ പൊരുത്തമില്ലാതെ അവരുടെ മാവിൽ നിൽക്കുന്ന മാമ്പഴം അടർന്നു വീണതില്ലേ, അത് പെറുക്കി മക്കൾക്ക് കൊടുക്കുന്നത് പോലും ഹറാമാണ്. അബൂ ദുജാന റളിയല്ലാഹു അൻഹു അതുകൊണ്ടല്ലേ നബി തങ്ങളോട് പറഞ്ഞത്, നബിയേ ഇന്ന് സുബഹി കഴിഞ്ഞ് ഒരുപാട് നേരം എനിക്ക് പള്ളിയിലിരിക്കാൻ പറ്റൂല. ഇന്നലെ ഞാനങ്ങനെ ഇരുന്നിട്ട് ചെന്നപ്പോ ജോലി കുറച്ചു ദിവസം കൊണ്ടില്ല നബിയേ, അതുകൊണ്ട് കുടുംബം പട്ടിണിയാണ് നബിയേ. എന്റെ പ്രിയപ്പെട്ട മക്കള് വിശന്ന് തളർന്ന് വീടിന്റെ മുമ്പിലേക്ക് വന്ന് അബീ അബീ എന്ന് വിളിച്ചുകൊണ്ട് കരഞ്ഞപ്പോ അപ്പുറത്ത് താമസിക്കുന്ന ജൂതന്റെ ആ വൃക്ഷത്തിൽ നിന്ന് ഫലങ്ങൾ ഇങ്ങനെ പഴുപ്പന്റെ വീടുമുറ്റത്തേക്ക് വീണതാണ്. ആ മക്കള് പോയി ഇഴന്നെടുത്ത് കഴിച്ചു നബിയേ. ഞാൻ വേഗം തന്നിട്ട്
വിശന്ന് വലന്ന എന്റെ മക്കളുടെ വായ്ക്കകത്തേക്ക് കൈകടത്തിയിട്ട് അതിന് പുറത്തേക്ക് ഛർദിപ്പിച്ചു കളഞ്ഞു നബിയേ എന്ന് പറയുമ്പോ അവരുടെ അനുയായികളായി മര്യാദയുടെ മഹിതത്വങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാനുള്ളതാ. ഇന്ന് വിദേശ രാജ്യത്ത് വലിയ മോഷണം നടത്തുന്നില്ലേ? സൗദി അറേബ്യ എന്ന പരിശുദ്ധമായ രാജ്യത്ത് പോലും കള്ളം പഠിച്ചുകൊണ്ട് മോഷണം പഠിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ എത്രയോ സ്ഥാപനങ്ങളിൽ നിന്ന് കയ്യിട്ട് വാരിയിട്ട് നാട്ടിൽ വന്നിട്ട് ആഡംബരത്തോടെ ജീവിക്കുന്നില്ലേ? മോനെ അവിടെ പോയി അറബിയെ പഠിച്ച് പണമുണ്ടാക്കിയിട്ട് നാട്ടിൽ വിളിച്ചു പറയും, വാപ്പാ റെഡിയായിക്കോ ഹജ്ജിന് പോണം, ഉമ്മ റെഡിയായിക്കോ ഹജ്ജിന് പോണം. കുറെ അറബികളൊക്കെ ഞാൻ എത്തിങ്കാനയിലാക്കിയിട്ടുണ്ട്, എല്ലാം കൂടെ വാരിക്കൊണ്ട് വരെയാണ് റെഡിയായിക്കോ എന്ന് പറഞ്ഞ് 90 വയസ്സായ വാപ്പാനെ ഉമ്മാനെ മക്കത്ത് കൊണ്ടുപോയി ചുമന്നിറക്കുമ്പോ അള്ള അങ്ങ് പൊരുത്തപ്പെടുമെന്ന് കരുതണ്ട മോനെ. സൗദി അറേബ്യയിൽ 6200 രൂപ മാസ ശമ്പളം വാങ്ങി 2.5 വർഷം കൊണ്ട് ജോലി ചെയ്യുന്ന ഒരു സഹോദരനെ മക്കത്ത് വെച്ച് കണ്ടതാണ്. എന്തേ ഈ ശമ്പളം കൊണ്ട് നിനക്ക് ജീവിക്കാൻ കഴിയുന്നല്ലോ, എന്തുകൊണ്ട് നിർത്തിയിട്ട് നാട്ടിൽ പോയാലും കിട്ടുമല്ലോ 10,000 എന്ന് ചോദിച്ചപ്പോ ആ സഹോദരൻ പറയുന്നു, ഉസ്താദേ നാട്ടിൽ പോയാൽ ചിലപ്പോ 10,000 കിട്ടും, ചിലപ്പോ 15,000 കിട്ടും. പക്ഷേ ഇവിടെ ഒരു മാസത്തിൽ ഒരു ദിവസം എന്റെ പ്രിയപ്പെട്ട കഫീല് വിശുദ്ധമായ ഹറമിൽ പോയി നിസ്കരിക്കാൻ എനിക്ക് അനുവാദം തന്നിട്ടുണ്ട് ഉസ്താദ്. ശമ്പളം കിട്ടിയില്ലെങ്കിലെന്താ, അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ മുറ്റത്ത് പോയി ജുമുഅ നിസ്കരിക്കാൻ, മാസത്തിൽ ഒരു ജുമുഅ നിസ്കരിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടല്ലോ. പോട്ടെ ഉസ്താദേ, 3 മാസത്തിൽ ഒരു വ്യാഴാഴ്ച കിടന്ന് അല്ലാഹുവിന്റെ ഹബീബ് കിടന്നിറങ്ങുന്ന മദീന മസ്ജിദുൻ നബവിയുടെ പരിശുദ്ധമായ മുറ്റത്ത് പോകാൻ അവിടെ പോയി ലക്ഷക്കണക്കിന് സ്വലാത്ത് നിബിധങ്ങൾക്ക് കൊടുത്തു ആ റസൂലുള്ളാഹിയുടെ മസ്ജിദുൻ നബവിയുടെ മുറ്റത്ത് കിടക്കാൻ 3 മാസത്തിൽ ഒരു ദിവസം എനിക്ക് അനുവാദമുണ്ടല്ലോ. പിന്നെന്തിനാണ് പൈസ? എന്റെ മക്കൾ ഇത്തിരി പട്ടിണി കിടക്കട്ടെ, ഞാൻ റൗള ശരീഫിന്റെ മുന്നിൽ എന്റെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ടല്ലോ. ഈ പരിശുദ്ധ മനസ്സെന്റെ നമുക്കില്ലാതെ മക്കയിൽ പോലും വ്യഭിചാരത്തിന് കൂട്ടുനിൽക്കുന്നവരെ, സൗദി അറേബ്യയിൽ പോലും കള്ള് കച്ചവടം നടത്തി വിജയിക്കുന്നവരെ ആരെങ്ങനെ ചെയ്തിട്ടുണ്ടോ? അവരാരും നിലവിളിച്ച് കരയാതെ സൗദി അറേബ്യയിൽ നിന്ന് നാട്ടിലേക്ക് വന്ന ചരിത്രം ഇന്നുവരെയില്ല എന്റെ പ്രിയപ്പെട്ടവരെ. ഈ സെക്കൻഡ് വരെ ഉണ്ടായിട്ടില്ല. വെല്ലുവിളിക്കുകയാണ് ഞാൻ. സൗദി എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് റസൂലുള്ളാഹിയുടെ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും കള്ളം ചെയ്ത് ജയിക്കാൻ പറ്റുമോ? വെല്ലുവിളിക്കുകയാണ് സഹോദരങ്ങള്. ആ നാട്ടിലാര് കള്ളം നടത്തുന്നുവോ, ആ നാട്ടിലാര് വ്യഭിചാരത്തിന് കൂട്ടുനിൽക്കുന്നുവോ, ആ നാട്ടിലാര് കള്ള് കച്ചവടം നടത്തുന്നുവോ, ഒരുപാട് പണം നിനക്ക് കിട്ടുമായിരിക്കാം, പക്ഷേ അവസാനം അത് അനുഭവിക്കാൻ ഭാഗ്യമില്ലാതെ പൊട്ടിക്കരന്ന് നിലവിളിച്ചുകൊണ്ടല്ലാതെ